ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങളെ ഒരു ഹോം സ്റ്റേ പരിചയപ്പെടുത്താനാണ്. നമ്മുടെ കോഴിക്കോട് ടൗണിൽ തന്നെ ബീച്ചിനോട് ചേർന്ന് ഒരു ഹോം സ്റ്റേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇനി കോഴിക്കോട് എന്തെങ്കിലും ഒരു ആവശ്യത്തിനായി വന്ന കല്യാണത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിനോ എന്തിനോ ആയിക്കോട്ടെ, ഇനി കോഴിക്കോട് വരുമ്പോൾ നിങ്ങളിനി ഹോട്ടലോ അതുപോലെ ലോഡ്ജോ ഒന്നും തപ്പി വിഷമിക്കേണ്ട, നേരെ ഇങ്ങോട്ട് പോര്. ബീച്ചിനോട് ചേർന്ന് നല്ലൊരു കിടിലൻ ഹോം സ്റ്റേ ആണ്. ബർത്ത്ഡേ പാർട്ടീസോ ഗെറ്റ് ടുഗെദറോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ വെക്കാനും ഈ ഒരു സ്പോട്ട് ആപ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ബീച്ച് അടുത്തുള്ളത് കൊണ്ട് തന്നെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് നിൽക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഇതാണ് കാലിക്കറ്റ് ബീച്ച് വില്ല. പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ടെമ്പററി ഹോം സ്റ്റേ. മെയിൻ റോഡിന് ഏകദേശം 100 മീറ്റർ ഉള്ളിലേക്ക്, അതായത് ബീച്ച് സൈഡിലേക്കാണ് ഈ ഒരു ബീച്ച് വില്ല വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള കാറിനൊക്കെ വരാൻ പറ്റുന്ന വീതിയുള്ള റോഡാണ് കേട്ടോ. ബീച്ചിലേക്കുള്ള റോഡാണിത്. ഫ്രണ്ടിലൊരു സിറ്റ് ഔട്ട് ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊള്ളാം, ബീച്ചും കാണാം. ബീച്ച് ഫേസ് ചെയ്തിട്ടാണ് ആ ഒരു സിറ്റ് ഔട്ട് വരുന്നത്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഒരു ഹാളിലേക്കാണ്. ലിവിംഗ് ഏരിയയും ഡൈനിങ്ങും ഒരുമിച്ചിട്ടുള്ള ഒരു ഹാളാണിത്. ഒരു TV ഉണ്ട്, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളും ഉണ്ട്, പിന്നെ 2 സോഫയുണ്ട്. ഈ കാണുന്ന സോഫയൊക്കെ നമുക്ക് എക്സ്ട്രാ കോട്ടായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ടോട്ടൽ 2 ബെഡ്റൂമാണ്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കോട്ടും ഉണ്ട്. എക്സ്ട്രാ കോട്ട് വേണമെങ്കിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു കബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ മിററും ഉണ്ട്. മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്റൂംസിൻ്റെ 2ൻ്റെയും വിൻഡോസ് ഓപ്പൺ ചെയ്യുന്നത് ബീച്ചിലേക്കാണ്. അതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ് കേട്ടോ. പകല് നല്ല കാറ്റും വെളിച്ചവും ഒക്കെ ഉണ്ടാവും. ഈവൻ ഫാന് പോലും ഇടാതെ നമുക്ക് ആ റൂമിൽ കിടക്കാൻ പറ്റും, അത്രയ്ക്ക് കാറ്റാണ് കേട്ടോ. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഇതും സെയിം ആദ്യത്തെ ബെഡ്റൂം പോലെ തന്നെയാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിൻഡോസ് ബീച്ചിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. 2 ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് അല്ല. ഇതാണ് കോമൺ ബാത്റൂമാണ്. ഈ ഒരു ബാത്റൂമാണ് 2 ബെഡ്റൂമിനും വേണ്ടിയിട്ടുള്ള കോമൺ ബാത്റൂമാണിത്. ഈ ഹാളിൽ അതുപോലെ ഒരു AC കൂടി ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം. വീട് വിട്ട് നിൽക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഫുഡ് എന്നുള്ളത്. പ്രത്യേകിച്ച് ദൂരത്തുനിന്ന് വരുന്നവർക്ക്, കുറേ ദിവസം സ്റ്റേ ചെയ്യുന്നവർക്കൊക്കെ ഫുഡ് ഒരു മെയിൻ പ്രശ്നമായിരിക്കും. സോ നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എല്ലാ ഫെസിലിറ്റീസും ഉള്ള, എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉള്ള ഒരു കിച്ചൺ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. കുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യാം. ഇനി കിച്ചണോട് ചേർന്ന് തന്നെ പുറത്ത് ഒരു ബാത്റൂം കൂടെ വരുന്നുണ്ട് കേട്ടോ. അവിടെ ക്ലോസറ്റ് ഇന്ത്യൻ സ്റ്റൈലിലാണ്. പിന്നെ നമുക്ക് എക്സ്ട്രാ കോട്ട് ഒരുപാട് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എത്ര ആൾക്ക് വേണമെങ്കിലും നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ടെറസിലേക്ക് കയറിയിരിക്കുകയാണ്. ടെറസിൽ വൈകുന്നേരമൊക്കെ വന്ന് എന്താ പറയുക, ചായയൊക്കെ കുടിച്ചൊന്ന് വൈബ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. കാരണം ബീച്ച് ഫേസ് ചെയ്തായതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ്, അവിടെ ഇരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇതാണ് കാലിക്കറ്റ് ബീച്ച് വില്ല. എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് മെയിൻ ബീച്ചിൽ നിന്ന് പുതിയാപ്പ ഭാഗത്തേക്ക് വരുമ്പോൾ കോയ റോഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഏകദേശം 100 മീറ്റർ ബീച്ച് ഭാഗത്തേക്ക് ഒരു റോഡ് കാണാൻ പറ്റും. അതിൻ്റെ എൻഡിലായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ബീച്ച് വില്ല വരുന്നത്, കാലിക്കറ്റ് ബീച്ച് വില്ല. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും നമ്പറും ഡീറ്റെയിൽസും. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഹോം സ്റ്റേയുടെ ഡേ ലൈറ്റിലുള്ള വിഷ്വൽസ് എല്ലാം ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.